കേരളത്തിൽ എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് വാദോരാതെ പ്രസംഗിക്കുന്നയാളാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. 2015 UDF ഭരണകാലത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇപ്പോൾ സതീശനെ തിരിഞ്ഞുകൊത്തുകയാണ്. UDF സർക്കാരിന് അപമാനമുണ്ടാക്കിയ പാഠപുസ്തക വിതരണത്തിലെ കാലതാമസത്തെക്കുറിച്ചുള്ള കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. 2015 UDFന്റെ ഭരണകാലത്ത് മുസ്ലിം ലീഗിന്റെ PK അബ്ദുൾ റബ്ബായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ആ കാലയളവിലാണ് പാഠപുസ്തക വിതരണത്തിലെ വൻ വീഴ്ചകൾ സംഭവിച്ചിരുന്നത്. അന്ന് സതീശൻ പരോക്ഷമായി PK അബ്ദുൾ റബ്ബിനെ ഉദ്ദേശിച്ച് മുന്നവെച്ചെഴുതിയ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആ പോസ്റ്റ് ഒന്ന് നോക്കാം. UDF സർക്കാരിന് അപമാനമുണ്ടാക്കിയ പാഠപുസ്തക വിതരണത്തിലെ കാലതാമസത്തെക്കുറിച്ച് വിപുലമായ അന്വേഷണം നടത്തണം. ഇതിന്റെ കുറ്റം മുഴുവൻ KBPSന്റെ തലയിൽ കെട്ടിവെച്ച് സർക്കാർ ഏജൻസികൾ പാഠപുസ്തക അച്ചടി നടത്താൻ പ്രാപ്തരല്ല എന്ന് വരുത്തി തീർക്കുവാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. എല്ലാ വർഷവും പാഠപുസ്തകം അച്ചടിക്കാനുള്ള സർക്കാർ ഉത്തരവ് നൽകുന്നത് ആഗസ്റ്റ് മാസത്തിലാണ്. ഇതനുസരിച്ച് അവർ സെപ്റ്റംബറിൽ തന്നെ അച്ചടി തുടങ്ങും. അച്ചടി പൂർത്തിയാക്കി അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിനും ഒരു മാസം മുൻപ് തന്നെ പുസ്തകങ്ങൾ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തിക്കാൻ കഴിയും. സർക്കാർ ഉത്തരവനുസരിച്ച് ഉടൻ തന്നെ പുസ്തകങ്ങൾ അച്ചടിക്കാൻ സർക്കാർ കൊടുക്കേണ്ട പേപ്പറും നൽകേണ്ടതുണ്ട്. എന്നാൽ 2015-16 അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? 2014 ആഗസ്റ്റിൽ തീരുമാനമെടുത്തെങ്കിലും അന്തിമ ഉത്തരവ് നൽകിയത് 2015 ഫെബ്രുവരി മാസം 10-നാണ്. എന്നിട്ടും ആദ്യ വോളിയത്തിൽ നൽകേണ്ട 2.23 കോടി പാഠപുസ്തകങ്ങളിൽ 1.63 കോടി പാഠപുസ്തകങ്ങൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കഠിനാധ്വാനം ചെയ്ത് KBPSലെ തൊഴിലാളികൾ അച്ചടിച്ചു തീർത്തു. 60 ലക്ഷം പുസ്തകങ്ങളാണ് തീരാതെ പോയത്. 2014 ഡിസംബറിലാണ് പേപ്പർ കൊടുക്കാൻ തീരുമാനിച്ചത്. കൊടുത്തതാകട്ടെ 2015 ഫെബ്രുവരി 9-നും. കുറ്റകരമായ ഈ കാലതാമസത്തിന് ഉത്തരവാദികൾ ആരാണ്? അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? ഇത് അനാസ്ഥയാണോ അതോ അഴിമതിയുടെ വാതിൽ തുറന്നതാണോ? ഇതെല്ലാം ഒരു അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. പാഠപുസ്തകങ്ങൾ അച്ചടിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ പേപ്പർ വേണം. ഇക്കാര്യത്തിൽ സ്ഥിരമായി ടെൻഡർ ലഭിക്കുന്ന ഒരു കമ്പനി ടെൻഡറിൽ നിന്ന് ഇപ്രാവശ്യം പുറത്തുപോയി. അവരിൽ നിന്നും സ്ഥിരമായി മാസപ്പടി പറ്റിയിരുന്ന ആളുകളും ഇക്കാര്യത്തിൽ കാലതാമസത്തിന് വഴിതെളിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷണ വിധേയമാക്കണം. ഇതിനി ഒരിക്കലും ആവർത്തിച്ചുകൂടാ. 2016-17 അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടിക്കുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ച് 2016 മാർച്ച് 31-ന് മുൻപ് തന്നെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അച്ചടി പൂർത്തിയാക്കി പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ KBPSന് കഴിയും. ഇതുവരെ KBPSന് സ്ഥിരമായി ഒരു MDയെ കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് ലജ്ജാകരമാണ്. ശരാശരി 2.50 രൂപയ്ക്ക് KBPS ഒരു പാഠപുസ്തകം അച്ചടിക്കുമ്പോൾ സ്വകാര്യ പ്രസിൽ ഇത് 17 രൂപയാണെന്നത് അഴിമതിക്കുള്ള സാധ്യത കൂട്ടുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലും അവസരത്തിനൊത്തുയർന്ന് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അത്യധ്വാനം ചെയ്ത് പാഠപുസ്തകത്തിന്റെ അച്ചടി പൂർത്തിയാക്കുന്ന KBPSലെ തൊഴിലാളികളെ കുറിച്ച് അവിടുത്തെ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റായ എനിക്ക് അഭിമാനമുണ്ട്. ഇതായിരുന്നു വി.ഡി. സതീശന്റെ അക്കാലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ 10ാം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി സർക്കാരിന്റെ കാലത്ത് അധ്യയന വർഷം അവസാനിക്കുന്ന മാർച്ച് മാസത്തിൽ തന്നെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളും യൂണിഫോമും കുട്ടികളുടെ കൈകളിലെത്തും. ഹൈടെക് ക്ലാസ് റൂമുകൾ, മികച്ച ലാബുകൾ, മികച്ച സ്കൂൾ കെട്ടിടങ്ങൾ, അങ്ങനെ മികവിന്റെ കേന്ദ്രങ്ങളായി ഇപ്പോൾ സ്കൂളുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അബ്ദുൾ റബ്ബിന്റെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്ത് നിന്ന് ശിവൻകുട്ടിയുടെയും പിണറായിയുടെയും കാലത്ത് വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ മനസ്സിരുത്തി ഒന്ന് ആലോചിച്ചാൽ പ്രതിപക്ഷ നേതാവിന് മനസ്സിലാകും.